ഈ കലിയുഗത്തിൽ എല്ലാ ആത്മാക്കളും വിരാട് പുരുഷനിൽ ചേർന്നിട്ട് ആ വിരാട് പുരുഷനാണ് പരമാത്മാവിൽ പോയി ലയിക്കുന്നത്. ഞാനിതെല്ലാം കണ്ടതുകൊണ്ടാണ് ഞാനിതിങ്ങനെ പറയുന്നത്. ഒന്നുകൂടെ ഓർക്കണം, ഞാൻ ഈ ഫങ്ഷൻസ് മുഴുവൻ കണ്ടതാണ്. 170 പുനർജന്മത്തിന് അത് കഴിഞ്ഞാൽ അപ്പോഴത്തേക്ക് മുക്തിയാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു ഡിവൈൻ സോളായിട്ട് അങ്ങ് മാറുമെന്നാണ്. നമ്മളിപ്പോൾ സംസാരിക്കുകയും ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുന്ന ഈ സമയം നമ്മൾ ഏതാണ്ട് 140 മാത്രമേ ആയിട്ടുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. 140 മുതൽ 150-60 ഇടയിൽ വരുന്ന ഒരു ജന്മത്തിലായിരിക്കും നമ്മൾ ഇപ്പോൾ ഇതിനെപ്പറ്റി അന്വേഷണം തുടങ്ങിയിരിക്കുന്നത്. യോഗ പുസ്തകങ്ങളിലൊക്കെ എന്തിനാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ മൈത്രി, കരുണ, മുദിത, മൈത്രിയും കരുണയും ഉദിക്കാൻ വേണ്ടിയാണ്. മനസ്സിന്റെ പാകഭാവങ്ങൾ മാറ്റിയെടുക്കാൻ വേണ്ടിയാണ്. പുതിയ ആത്മാക്കൾ ജനിക്കേണ്ടതില്ലേ? അല്ലെങ്കിൽ പുതിയ സോളുകൾ ഉണ്ടാവേണ്ടതില്ലേ? ഉണ്ടാവുന്നുണ്ടല്ലോ. സ്വയം കാലേയകാലോ ജയതി എന്നൊന്നും പറഞ്ഞിട്ട് നാരായണീയത്തിലും ഭാഗവത്തിലും മറ്റുമൊക്കെ പറഞ്ഞിട്ടുണ്ട്. സം അൺനോൺ എനർജി നമ്മളെ പിടിച്ചു വലിച്ച് തിരിച്ചു കൊണ്ടുവരുന്നത് അത് ഭ്രമിപ്പിച്ച് ആ ഭ്രമത്തിൽ എന്തൊക്കെയോ വസ്തുക്കൾ ഉണ്ടാകുന്നത്, അതിൽ നമ്മളൊരംഗമായി തീരുന്നത്, ഇതൊക്കെ ഞാൻ കണ്ടതുകൊണ്ടാണ് പറയുന്നത്. ബ്രഹ്മം എന്ന് വെച്ചാൽ അതേലൊന്നും ചെയ്യാൻ പറ്റില്ല എന്നേ അർത്ഥമുള്ളൂ. അത് മറ്റാരെങ്കിലും വിചാരിച്ചെങ്കിൽ മാത്രമേ അതേലെന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് പറഞ്ഞിരിക്കുന്നത് പതഞ്ജലി യോഗസൂത്രം തന്നെയാണ്. പിന്നെ ഏതൊക്കെയാണ് ബ്രഹ്മം അല്ലാത്തത്? ഈ അന്നമയ കോശത്തിന്റെ സുഖദുഃഖാദികൾ കൊണ്ട് മനസ്സ് തീർത്ത വേറൊരു കോശമാണ് മനോമയ കോശം. നമ്മുടെ ഈ 170 പുനർജന്മങ്ങൾക്ക് അപ്പുറം എന്തായിരിക്കും സംഭവിക്കുന്നത്? 170 പുനർജന്മത്തിന് അത് കഴിഞ്ഞാൽ അപ്പോഴത്തേക്ക് മുക്തിയാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. നമുക്ക് എല്ലാത്തിൽ നിന്നും വിരക്ത ഒരു എന്താ പറയുക, ഒരു ഡിവൈൻ സോളായിട്ട് അങ്ങ് മാറുമെന്നാണ്. അദ്ദേഹം ഒരു ക്രിസ്ത്യനാണ്, ക്രിസ്ത്യൻ മിത്തോളജി വിശ്വസിക്കുന്ന അദ്ദേഹമാണ്. അപ്പോൾ ഒരു ഡിവൈൻ സോളായിട്ട് മാറുമെന്നാണ് ഈ സൈക്കാട്രിസ്റ്റ്, ഞാനീ പറഞ്ഞത് പേര് മറന്നുപോയി, പറഞ്ഞിരിക്കുന്നത്. ഡിവൈൻ സോളായിട്ട് മാറുമെന്നാണ്. ആകെ ടോട്ടൽ 168-70 ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് നമ്മളിപ്പോൾ സംസാരിക്കുകയും ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുന്ന ഈ സമയം നമ്മൾ ഏതാണ്ട് 140 മാത്രമേ ആയിട്ടുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. 140 മുതൽ 150-60 ഇടയിൽ വരുന്ന ഒരു ജന്മത്തിലായിരിക്കും നമ്മൾ ഇപ്പോൾ ഇതിനെപ്പറ്റി അന്വേഷണം തുടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ എന്ത് അന്വേഷണം തുടങ്ങിയില്ലേലും 170-അപ്പുറം ഒരാൾക്ക് പോകാൻ പറ്റില്ല. അപ്പോഴത്തേക്ക് ആ സോൾ ഡിവൈൻ ആകും. അപ്പോൾ ഒരു വലിയ ഗ്ലെയറുള്ള ഒരു ബോധത്തിൻ്റെ ലെവലിലേക്ക് ആ ജീവൻ മാറും. അതാണ് ലാസ്റ്റ് എന്ന് വെച്ചാൽ അതാണ് മുക്തി. ഗ്ലെയറുള്ള ഒരു സോളായിട്ട് ഞാൻ, എനിക്ക്, എൻ്റേത്, നിൻ്റേത് എന്നുള്ള തോന്നലുകളില്ലാത്ത വെറും ഒരു ഫ്ലെയിമായിട്ട്. ഒരു ഫ്ലെയിമിനൊരു ചിന്തയില്ലല്ലോ. നമ്മളിപ്പോൾ ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചാൽ ആ ഫ്ലെയിമിനൊരു ചിന്തയുമില്ലല്ലോ. അങ്ങനത്തെ ഫ്ലെയിമായിട്ട് ഈ ജീവൻ മാറും. അതാണ് ലാസ്റ്റ് മുക്തി. അതാണ് എന്നാണ് ഈ സൈക്കാട്രിസ്റ്റ് പറയുന്നത്. നമ്മുടെ നമ്മുടെ പുസ്തകങ്ങളിലും അത് തന്നെയാണ് മുക്തി. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ നമ്മുടെ യോഗ പുസ്തകങ്ങളിലൊക്കെ എന്തിനാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ മൈത്രി, കരുണ, മുദിത, മൈത്രിയും കരുണയും ഉദിക്കാൻ വേണ്ടിയാണ്. മനസ്സിൻ്റെ പാകഭാവങ്ങൾ മാറ്റിയെടുക്കാൻ വേണ്ടിയാണ്. പിന്നെ സുഖദുഃഖ പുണ്യാപുണ്യ വിഷയാണാം ഭാവനതാ ചിത്തപ്രസാദനം, പുണ്യവും അപുണ്യവും എന്നുള്ള ചിന്ത മനസ്സിൽ വരാതിരിക്കുക. ഇതാണ് ബുദ്ധൻ എടുത്തിരിക്കുന്നത്. മൈത്രി കരുണ, മൈത്രിയും കരുണയും ഉദിക്കുക എന്നുള്ള ഭാവം മനുഷ്യനുണ്ടാകണം എന്നുള്ളതാണ് ബുദ്ധൻ എടുത്ത് പ്രയോഗത്തിൽ വരുത്തിയിരിക്കുന്നത്. ബുദ്ധിസത്തിൻ്റെ ബേസ് ഇതാണ്, മൈത്രീകരണം. ഇത് പതഞ്ജലി യോഗസൂത്രമാണ്. അതിൻ്റെ എത്രാമത്തെ 1-ാം അധ്യായത്തിലെ മന്ത്രമാണ് ഞാനീ പറഞ്ഞത്. അപ്പോൾ മൈത്രിയും കരുണയും ഉണ്ടായാൽ ചെല്ലുന്നവിടാണ് ലാസ്റ്റ്. ഇതാണ് ഈ ഗ്ലെയറായിട്ട് നിൽക്കുക. ഒരു മെഴുകുതിരി കത്ത് നിൽക്കുന്നു, അതിനെന്താ തോന്നലുള്ളത്? ഒരു തോന്നലുമില്ല. എന്തെങ്കിലും വിചാരം അതിനില്ല, ഒന്നുമില്ല. ഇതുപോലൊരു ഒരു പ്രകാശത്തിൻ്റെ നടുവിൽ ഒരു നാമ്പായിട്ട്, തീനാളമായിട്ട് നമ്മൾ മാറുന്നതാണ് മുക്തി. അതാണ് ലാസ്റ്റ്. ഈ ലാസ്റ്റിന് പിന്നെ അങ്ങോട്ട് ചോദിക്കുക, ഈ ലാസ്റ്റിൽ ഈ മെഴുകുതിരി എന്താകും? അപ്പം നമ്മളൊരു 10-100 മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ട് ഇതിനെല്ലാം കൂടെ ഒന്ന് ചേർത്താലും ഒരു മെഴുകുതിരിയുടെ പ്രകാശമാക്കി വേണമെങ്കിൽ മാറ്റാം. ടോട്ടൽ നോക്കുമ്പോൾ ഒരു മെഴുകുതിരിയുടെ പ്രകാശമേ ഉള്ളൂ. ഇത് തന്നെയാണ്
ലാസ്റ്റിൽ പ്രപഞ്ചം അന്ത്യത്തിൽ സംഭവിക്കുന്നത്. ആ പരമാത്മാവിൽ അതാണ് ആ ഒരു ബിന്ദുവിൽ ചെന്ന് ആ ഒരു ആത്മാവിൽ പോയി ലയിക്കുകയല്ല. അത് നമ്മൾ 100 മെഴുകുതിരി കത്തിച്ചത് പരസ്പരം ചേർത്താലും ഒരു മെഴുകുതിരിയുടെ ഇതേ കാണുള്ളൂ. ആ പരമാത്മാവായിട്ട് മാറുകയാണ്. അങ്ങനെയെങ്കിൽ ഓരോ ദിവസവും പുതിയ ആത്മാക്കൾ ജനിക്കേണ്ടതില്ലേ? അല്ലെങ്കിൽ പുതിയ സോളുകൾ ഉണ്ടാവേണ്ടതില്ലേ? ഉണ്ടാവുന്നുണ്ടല്ലോ സോളുകൾ. അതായത് ഒരു സോള് ഇങ്ങനെ പുനർജന്മങ്ങൾ എടുത്ത് 170 പുനർജന്മം ആവുമ്പോഴത്തേക്കും പരമാത്മാവിൽ ലയിക്കുന്നുണ്ടെങ്കിൽ ഈ പരമാത്മാവിൽ ഒന്നും പോയി ലയിക്കുന്നില്ല. ഒരു ആത്മാവും പരമാത്മാവിൽ പോയി ലയിക്കും. അല്ല, പിന്നീട് പുനർജന്മം ഇല്ല. അതിനൊരു ടൈമുണ്ട്. സ്വയം കാലേയകാലോ ജയതി എന്നൊന്നും പറഞ്ഞിട്ട് നാരായണീയത്തിലും ഭാഗവത്തിലും മറ്റുമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഈ കലിയുഗത്തിന്റെ പ്രാധാന്യം എന്ന് പറയപ്പെടുന്നു. ഈ കലിയുഗത്തിൽ എല്ലാ ആത്മാക്കളും വിരാട് പുരുഷനിൽ ചേർന്നിട്ട് ആ വിരാട് പുരുഷനാണ് പരമാത്മാവിൽ പോയി ലയിക്കുന്നത്. എല്ലാ ചൂട്ടുകറ്റകളും തീ ഒരു ചൂട്ടുകറ്റയിലാക്കിയിട്ട് ആ ഒരു ചൂട്ടുകറ്റയാണ് പരമാത്മാവിൽ പോയി ലയിക്കുന്നത്. അത് ചൂട്ടുകറ്റ എല്ലാം കൂടെ ചേരുമ്പോൾ ഒരു കയ്യുടെ അത്രേ കാണുള്ളൂ. ഒരു കയ്യുടെ വിസ്താരത്തിൽ മാത്രമേ ആ ടോട്ടൽ ലോകത്തുള്ള എല്ലാ ജീവന്മാരുടെയും കൂടെ ആത്മാവ് ചേർന്നില്ലെങ്കിലും ആ വിരാട് പുരുഷൻ ഒരു കയ്യുടെ അത്രേ കാണുള്ളൂ. അതിൻ്റെ ടോട്ടൽ വിസിബിലിറ്റി. അതാണ് പരമാത്മാവെന്ന് പറയുമ്പോൾ ഇപ്പം എത്രയുണ്ട്? 10 അങ്കുലമുള്ള വട്ടത്തിലുള്ള ഒരു പ്രകാശ രൂപമാണ്. അപ്പോൾ അതിലാണ് ഇത് പോയി ചേർന്നാലും ഇതിൻ്റെ അളവ് കൂടത്തൊന്നുമില്ല. ആ ഒറ്റ പ്രകാശവർഷം അത് എത്രയോ നാള്, പിന്നെ ടൈമില്ലല്ലോ, പിന്നെ എത്രയോ കാലം കഴിയുമ്പോൾ ഇത് അവിടുന്ന് വേർപെടും. വീണ്ടും ഇത് സെയിം പ്രക്രിയ തന്നെ ആരംഭിക്കും. അതായത് നമുക്ക് മോക്ഷം കിട്ടി ഇതിൽ ലയിച്ചു പോയാലും വീണ്ടും നമ്മൾ അവിടുന്ന് വന്നേ പറ്റുള്ളൂ. അതെന്തുകൊണ്ടായിരിക്കും? നമ്മൾ എപ്പോഴും മോക്ഷത്തിലേക്കാണ് നമ്മൾ. അല്ല, വൈബ്രേഷൻ കുറേ നാളത്തേക്ക് നമുക്ക് നിർത്തിവെക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഇത് സ്വയമേവ വൈബ്രേറ്റ് ചെയ്ത് വരുന്നതാണ്. വൈബ്രേറ്റ് ചെയ്ത് വരുന്നതാണ്. അതിൻ്റെ ജെനറ്റിക്കൽ കോഡ് അവരുടെ ലെവലിലുണ്ടാകും. ആ ലെവലിൽ അത് വൈബ്രേറ്റ് ചെയ്ത് വരുമ്പോൾ നമ്മളായി തീരും, അല്ലെ വേറൊരാളായിട്ട് തീരും. സെയിം ആ കോഡ് ഇല്ലെങ്കിൽ ആ വൈബ്രേഷൻ നടക്കത്തില്ല. ആ കോഡ് എവിടെയോ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരു പക്ഷേ ഫോട്ടോണുകളിൽ അല്ലെങ്കിൽ ഈ സബ് ആറ്റോമിക് ലെവലിലുള്ള ഏതെങ്കിലും മാറ്ററിലാകാം. എവിടെയോ ഇത് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എൻ്റെ അനുഭവത്തിൽ അത് പരമപുരുഷനിൽ തന്നെയാണ് അത് ഹൈഡ് ചെയ്തിരിക്കുന്നത്. അതൊന്നും നമ്മുടെ ബ്രെയിനിന് അത് വിട്ടുതരത്തില്ല. നമുക്കതുകൊണ്ട് അറിയാനും പറ്റത്തില്ല. ഇതാ മുക്തിയും ഇന്ന് നമ്മളൊക്കെ ഉദ്ദേശിക്കുന്ന സാധനം ഇതാണ്. മുക്തി എന്ന് ഉദ്ദേശിക്കുന്നത് ഞാനീ പറഞ്ഞ ഈ മെഴുകുതിരി ഈ വെളിച്ചം എല്ലാം കൂടെ ഒന്നു ചേർന്നാലും ഒരു ചെറിയ വെളിച്ചം ഉണ്ടാകും. ആ വെളിച്ചമാണ് മുക്തി പദം. അത് കഴിഞ്ഞാൽ ഈ മെഴുകുതിരി ഒരു വലിയ മെഴുകുതിരി എവിടെയോ കത്തുന്നുണ്ട്, അവിടെ പോയി ലയിക്കുന്നതാണ് മുക്തിപദം, ടോട്ടൽ മുക്തിപദം. അത് കഴിഞ്ഞ് എത്രയോ കാലം കഴിയുമ്പോൾ വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്ത് വരും. അതേപോലെ റിപ്പീറ്റ് ചെയ്ത് വരും. ഞാനിത് പറയുന്നത് ഉദ്ദേശിച്ച് എൻ്റെ ബ്രെയിൻ കൊണ്ട് ചിന്തിച്ചെടുത്തതല്ല, ഞാനിതെല്ലാം കണ്ടതാണ്. ആ ഒരു വ്യത്യാസമുണ്ട്. ഞാനിതെല്ലാം കണ്ടതുകൊണ്ടാണ് ഞാനിതിങ്ങനെ പറയുന്നത്. ഒന്നുകൂടെ ഓർക്കണം, ഞാൻ ഈ ഫങ്ഷൻസ് മുഴുവൻ കണ്ടതാണ്. ഇങ്ങനെ ഈ മെഴുകുതിരി ഈ വെളിച്ചങ്ങളെല്ലാം കൂടെ ചേർന്ന് ഒറ്റ വെളിച്ചമാകുന്നതും, അത് കഴിഞ്ഞ് പരമപുരുഷനിൽ പോയി ദശാങ്കുല പുരുഷനിൽ പോയി ലയിക്കുന്നതും, അവിടുന്ന് സം അൺനോൺ എനർജി നമ്മളെ പിടിച്ചു വലിച്ച് തിരിച്ചു കൊണ്ടുവരുന്നത് അത് ഭ്രമിപ്പിക്കുന്നതും, ഭ്രമിപ്പിച്ച് ആ ഭ്രമത്തിൽ എന്തൊക്കെയോ വസ്തുക്കൾ ഉണ്ടാകുന്നതും, അതിൽ നമ്മളൊരംഗമായി തീരുന്നതും, ഇതൊക്കെ ഞാൻ കണ്ടതുകൊണ്ടാണ് പറയുന്നത്. അല്ലാതെ ഏതെങ്കിലും പുസ്തകം വായിച്ചതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ ഈ ഇപ്പോൾ പറയുന്നത് ഇതെല്ലാം ഞാൻ കണ്ടതാണ്. അങ്ങ് തന്നെ പറഞ്ഞല്ലോ ഇപ്പം ആസ്ട്രൽ ബോഡിയും ആത്മാവും രണ്ടാണെന്ന്. അതെങ്ങനെയാണ് രണ്ടാകുന്നത്? ആസ്ട്രൽ ബോഡി എന്ന് പറയുന്നത് നമ്മുടെ പൗരാണിക ചിന്തയനുസരിച്ച് അന്നമയകോശം, മനോമയകോശം, പ്രാണമയകോശം, മനോമയകോശം, വിജ്ഞാനമയകോശം, ആനന്ദമയകോശം. കോശം എന്ന് വെച്ചാൽ അർത്ഥം കവർ എന്നാണ്. നമ്മുടെ ഒരു പച്ചക്കറി മേടിക്കാൻ ഉപയോഗിക്കുന്ന കവർ, പച്ചക്കറിയാകല്ല കവർ, രണ്ടാ. ആ കവറിനെയാണ് കോശം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അന്നമയകോശവും ആത്മാവല്ല, മനോമയകോശവും പ്രാണമയകോശവും ആത്മാവല്ല, മനോമയകോശവും ആത്മാവല്ല,
ആനന്ദമയ കോശവും ആത്മാവല്ല, വിജ്ഞാനമയ കോശവും ആത്മാവല്ല. ഇതെല്ലാം കൂടെ ചേരുന്നതിനെയാണ് നമ്മൾ ഈ കേട്ട് വലിച്ചു കീറുന്നത്. എന്നാൽ ആത്മാവ് എവിടെ ഇരിക്കുന്നു? ഇതിനുള്ളിലിരിക്കുന്നതാണ്. അതിനെപ്പറ്റി ആരും ഇതുവരെ ഒന്നും മിണ്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞത് ഏതാണ്ട് മനസ്സിലാകുന്നുണ്ടോ? ഇതിനെപ്പറ്റി ആരും സംസാരിക്കാറില്ല, മിണ്ടാറുമില്ല. എല്ലാവരും ഇട്ട് വലിച്ചു കീറുന്നത് കോശങ്ങളെയാണ്. കോശങ്ങൾ മീൻസ് കവേഴ്സ്. ഇപ്പോൾ 5 കവർ, 5 നമ്മൾ ഈ റെക്സിൻ കൊണ്ട് ഉള്ള, റെക്സിനല്ല, മറ്റേ ഈ പച്ചക്കറി മേടിക്കുന്ന കവർ പോലുള്ള 5 പഞ്ചകോശം, 5 കോശങ്ങളാണ് നമ്മൾ ഈ വിജ്ഞാന കൊണ്ട് നമ്മൾ വലിച്ചു കീറുന്നത്. എന്നാൽ യഥാർത്ഥ ആൾ വേറെ ഒളിച്ചിരിപ്പുണ്ട്. അത് ആത്മാവാണ്. അത് ഇതിനുള്ളിലാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ അത് ഏതാണ്ട് ബ്രെയിനിന് നടുക്കായിട്ട് വരും, ഈ ആത്മാവെന്ന് പറയുന്ന സാധനം. അങ്ങനെയാണെങ്കിൽ മരണശേഷം ഈ 5 കോശങ്ങൾക്ക് എന്ത് സംഭവിക്കും? 5 കോശങ്ങൾക്ക് സംഭവിക്കുന്നതാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്തത്. 5 കോശങ്ങൾക്ക് സംഭവിക്കുന്നതാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്തത്. ഇപ്പോൾ ആധ്യാത്മികമായ ബന്ധമില്ലാത്ത ഒരാൾ, കാമക്രോധ മത മാത്സര്യാദികളിൽ നിൽക്കുന്ന ഒരാൾക്ക് മനോമയ കോശം ശക്തമായിരിക്കും, പ്രാണമയ കോശം വീക്കായിരിക്കും. അപ്പോൾ ഈ 2-3 കോശങ്ങളെ മാത്രമേ നമുക്ക് എന്തെങ്കിലും ആൾട്ടർ ചെയ്യാൻ പറ്റുള്ളൂ. വിജ്ഞാനം ആനന്ദം ബ്രഹ്മ, നമ്മൾ അവസാനം പറഞ്ഞ വിജ്ഞാനവും ആനന്ദമയ കോശവും ബ്രഹ്മമാണ്. ബ്രഹ്മം എന്ന് വെച്ചാൽ അതിലൊന്നും ചെയ്യാൻ പറ്റില്ല എന്നേ അർത്ഥമുള്ളൂ. അത് മറ്റാരെങ്കിലും വിചാരിച്ചെങ്കിൽ മാത്രമേ അതിലെന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. വിജ്ഞാനം ആനന്ദം, വിജ്ഞാനകോശവും ആനന്ദമയ കോശവും ബ്രഹ്മമാണ്. അപ്പോൾ ഇത് പറഞ്ഞിരിക്കുന്നത് പതഞ്ജലി യോഗസൂത്രം തന്നെയാണ്. പിന്നെ ഏതൊക്കെയാണ് ബ്രഹ്മം അല്ലാത്തത്? അതാണ് അന്നമയ കോശം, മനോമയ കോശം, പ്രാണമയ കോശം. അപ്പോൾ ഈ 3 കോശത്തേലുള്ള പണിയാണ് നമ്മൾ ആകെപ്പാടെ ജീവിച്ച് ബഹളം ഉണ്ടാക്കി കാണിച്ച് തീർക്കുന്നത്. അതിൽ അന്നമയ കോശം ഈ ആഹാരങ്ങളുണ്ടായ കോശമാണ്. ഈ അന്നമയ കോശത്തിൻ്റെ സുഖദുഃഖാദികൾ കൊണ്ട് മനസ്സ് തീർത്ത വേറൊരു കോശമാണ് മനോമയ കോശം. ആ മനോമയ കോശത്തെയും അന്നമയ കോശത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കോശമാണ് പ്രാണമയ കോശം. അപ്പോൾ ഈ 3 കോശത്തിൻ്റെ കഥ കഴിഞ്ഞു. മരിക്കുമ്പോൾ നാം കൊണ്ടുപോകുന്നത് ആധ്യാത്മികമായി ഉയർച്ച വരാത്ത ഒരാളാണെങ്കിൽ നാം കൊണ്ടുപോകുന്നത് ഈ ഒന്നുകിൽ പ്രാണമയ കോശം മുതൽ വിജ്ഞാനം ആനന്ദവും അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളങ്ങ് പോകും. അല്ലെങ്കിൽ ഇതിൻ്റെ ഏത് ഭാഗത്ത് വെച്ച് നമുക്ക് മുറിച്ചെടുക്കാം സാധനമുണ്ട്. ഏത് ഭാഗത്ത് വെച്ച് നമുക്ക് സാധനമുണ്ട് മുറിച്ചെടുക്കാം. ഇപ്പോൾ നന്നായി പ്രാണായാമം ചെയ്യുകയും മറ്റുമൊക്കെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് ആ പ്രാണമയ കോശം മുതൽ മുറിച്ചെടുത്തുകൊണ്ട് പോവാം. അപ്പോൾ അയാൾ ആ പ്രാണമയ കോശത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പ്രാണനാണ് അതിൻ്റെ ബേസ്. പ്രാണൻ എന്ന് പറയുമ്പോൾ മൂക്കിൽ കൂടെ വരുന്ന ശ്വാസമൊന്നല്ല. നമ്മൾ ഒരു ഉദാഹരണത്തിന് പ്രാണനെ പറ്റി പറഞ്ഞാൽ, മൂക്കിൽ നിന്ന് നമ്മൾ താപ്പോട്ട് പ്രാണൻ ശ്വാസം വിടുമ്പോൾ നേരെ എതിരായിട്ടൊരു ഒരു ഫോഴ്സ് പ്രവർത്തിക്കുന്ന യോഗികൾക്ക് അറിയാൻ കഴിയും. അതായത് ഞാൻ മൂക്കിൽ കൂടെ പുറത്തേക്ക് ശ്വാസം വിട്ടു, ഈ ശ്വാസം വിട്ടപ്പോൾ നേരെ എതിരായിട്ടൊരു ശക്തി, ഒരു പവർ ഉള്ളിൽ മൂക്ക് ആ സെയിം ലെവലിൽ പോകുന്നുണ്ട്. അതാണ് പ്രാണൻ. അതാണ് പ്രാണൻ. അല്ലാതെ ഈ മൂക്കിലൂടെ വരുന്ന എയറല്ല പ്രാണൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ മീനിന് പ്രാണനില്ലെന്ന് വരണ്ടേ? കാരണം അത് ജലം കൊണ്ടല്ലേ ശ്വസിക്കുന്നത്. അതല്ല പ്രാണൻ. അത് കുറേ നാളത്തെ ശീലം കൊണ്ട് നമുക്ക് അതിനെ വേർതിരിച്ചറിയാൻ പറ്റും ഏതാണ് പ്രാണൻ. ആ പ്രാണനെ കണ്ടുപിടിച്ച് ആ സാധനങ്ങൾ ചെയ്തെങ്കിൽ അവിടെ വെച്ച് നമുക്ക് മുറിച്ചിട്ട് പോവാം. അത് ഏതാണ്ട് മുക്തിക്ക് അടുത്തവരൊക്കെയാണ് ആ ലെവലിലെത്തുന്നത്.